ഭാരതീയർക്ക് ഫ്രീ ട്രാൻസിറ്റ് വിസ സൗകര്യം ഏർപ്പെടുത്തിയ ഫ്രാൻസിൻ്റെ നടപടിയെ സ്വാഗതം ചെയ്തു ഭാരതം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുംബൈയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഫ്രീ ട്രാൻസിറ്റ് വിസ സൗകര്യം ഉറപ്പാക്കുന്നത് സംബന്ധിച്ച ധാരണ ഉണ്ടായത്. ഫ്രാൻസിലെ വിമാനത്താവളങ്ങൾ വഴി മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഭാരതീയർക്ക് ഗുണകരമാകുന്ന നീക്കമാണിത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഏപ്രിൽ 10 മുതലാണ് ഈ ധാരണ നിലവിൽ വന്നത്. അതായത് ഫ്രീ ട്രാൻസിറ്റ് വിസ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച ധാരണ നടപ്പിലായത് ഏപ്രിൽ 10 മുതലാണ്. ഈ നീക്കത്തെയാണ് ഇപ്പോൾ ഭാരതം വളരെയധികം സ്വാഗതം ചെയ്യുന്നുവെന്ന് രൺദീപ് ജയ്സ്വാൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ. ഇക്കഴിഞ്ഞ ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ ഭാരത സന്ദർശന വേളയിലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയാവുകയും ചെയ്തത്. ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് സ്വതന്ത്ര അല്ലെങ്കിൽ ഈ ഫ്രീ ട്രാൻസിറ്റ് വിസ ലഭ്യമാക്കുന്നതിനുള്ള നീക്കം അല്ലെങ്കിൽ ഒരു ധാരണ ഉറപ്പായത്. അതായത് ഈ ഫ്രീ ട്രാൻസിറ്റ് വിസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാരതത്തിൽ നിന്നും ഫ്രാൻസ് വഴി മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകുന്നു, ഫ്രാൻസിലെ ഏതെങ്കിലും വിമാനത്താവളം വഴി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഫ്രാൻസിലെ ഒരു ട്രാൻസിറ്റ് വിസ ലഭ്യമാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ 1-2 ദിവസം ആ വിമാനം കഴിഞ്ഞായിരിക്കും വിമാനമെങ്കിൽ അവിടെ കഴിയേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ ട്രാൻസിറ്റ് വിസ എന്ന ഒരു സംവിധാനമുണ്ട്. 2 മുതൽ 5 ദിവസത്തേക്കും അല്ലെങ്കിൽ ഒരു കൃത്യമായ കാലയളവിലേക്ക് ലഭ്യമാക്കുന്ന സംവിധാനമാണ്. അതായത് യാത്രയ്ക്കിടയിൽ ഉണ്ടാകുന്ന ആ ഇടവേളകളിൽ ഒരു രാജ്യത്ത് കഴിയാനുള്ള വിസ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന്, അതായത് കൃത്യമായ വിസയുമായി ഇന്ത്യയിലെ ഒരു പാസ്പോർട്ടുമായി സഞ്ചരിക്കുന്ന ഒരാൾക്ക് ട്രാൻസിറ്റ് വിസ ഇല്ലാതെ തന്നെ ഫ്രാൻസിൽ ഈ ട്രാൻസിറ്റ് വിസയുടെ ഫെസിലിറ്റി ലഭ്യമാകുന്ന ഒരു സംവിധാനമാണ്. അതിന് പ്രത്യേകമായൊരു വിസ നേടേണ്ടതില്ല. ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നതോടുകൂടി ഫ്രാൻസ് വഴി യാത്ര ചെയ്യുന്ന ഭാരതീയർക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടെ 2 ദിവസം കഴിയേണ്ടി വന്നാൽ അതിനായി പ്രത്യേക വിസ നേടുകയോ അതിനായി പ്രത്യേക വിസ ലഭ്യമായി അതിനുള്ള പ്രോസസ്സ് നടത്തുകയോ ഫീസ് അടയ്ക്കുകയോ ചെയ്യേണ്ടി വരുന്നില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇന്ത്യൻ പാസ്പോർട്ടുള്ള എല്ലാവർക്കും ഈ സൗകര്യം ലഭ്യമാവുകയും ചെയ്യും. അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ നിന്നും വിദേശയാത്ര നടത്തുന്ന ഫ്രാൻസ് വഴി രാജ്യങ്ങളിലേക്ക് പോകേണ്ടവർക്ക് ഏറ്റവും പ്രയോജനകരമായൊരു നടപടിയാണ് അല്ലെങ്കിൽ ഒരു സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത് വളരെ പ്രതീക്ഷാനിർഭരമായൊരു കാര്യമാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നത്. വ്യക്തമാണ്. വിദേശയാത്ര നടത്തുന്ന, പ്രത്യേകിച്ചും ഫ്രാൻസ് വഴി യാത്ര ചെയ്യുന്ന ഭാരതീയർക്ക് വലിയ സൗകര്യമാണ് ഇതുമൂലം ലഭിക്കുക. ഭാരതീയർക്ക് ഫ്രീ ട്രാൻസിറ്റ് വിസ സൗകര്യം ഏർപ്പെടുത്തുകയാണ്. ഫ്രാൻസിൽ യാത്രയുടെ ഭാഗമായി തങ്ങേണ്ടി വന്നാൽ പ്രത്യേകം വിസ എടുക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുംബൈയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉറപ്പാക്കുന്നത്. ഇത് സംബന്ധിച്ച ധാരണ ഉണ്ടായിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ്.